നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ കുറുമ തയ്യാറാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളുകളെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പിയാണ് ചിക്കൻ കുറുമ. അപ്പൊ ഞാനിതിൽ ചിക്കൻ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി മാറ്റാം. പക്ഷെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൊക്കെ ആ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിരുന്ന നമ്മുടെ ക്രിസ്പി ഗോതമ്പ് ദോശ അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് ഫോട്ടോസിന്റെ രൂപത്തിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ഞാൻ തീർച്ചയായിട്ടും നാടൻ റെസിപ്പീസും ഈസി റെസിപ്പീസും കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ കുറുമ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ രുചികരമായ അതേസമയം വളരെ എളുപ്പത്തിലുള്ള ചിക്കൻ കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് ആണ്. ഇവിടെ 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായി വാഷ് ചെയ്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആണിത്. നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് അരച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 10-15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ അവസാനം തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പൊ ഇവിടെ അണ്ടിപ്പരിപ്പ് ഉള്ള കാരണം ഞാനിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഷി പോലെ നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. ഇതാ ഞാനിവിടെ നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും പെരുംജീരകവും നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണ് അത് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഉരുകട്ടെ. അതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ്, അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, അതുപോലെ തന്നെ 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ബേ ലീവ്സ് ഇഷ്ടമാണെങ്കിൽ ബേ ലീഫ് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അതേസമയം ഇത് ഹോൾ സ്പൈസസ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അവസാനം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിന്റെ നല്ലൊരു വാസന വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്, കണക്ക് പറയുകയാണെങ്കിൽ 1 ടീസ്പൂൺ വരും. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി, ടേബിൾ സ്പൂണിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, എണ്ണത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 4 എണ്ണം. ഇതും കൂടെ ചേർത്ത് അത് വളരെ നൈസാക്കി അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും കുഴപ്പമില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ രണ്ടും കൂടിയിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡ് കളർ വരുന്ന വരെ നമുക്കിതങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കാം. ഓക്കെ, നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡ് കളർ വന്നിട്ടുണ്ടെങ്കിൽ തീ കുറയ്ക്കണം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് അറിയോ, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടില്ല എങ്ങനെയാണ് വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാന്നുള്ള വീഡിയോ. കാണാത്തൊരു കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. സാധാരണ രീതിയിൽ കുറുമയിൽ മുളക് പൊടി ഇടാറില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. അല്ലെങ്കിൽ കുറുമയും സ്റ്റൂവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കുറുമ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്രൗണിഷ് കളർ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൂട്ടി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ ഒന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല നമുക്ക് അവസാനം ചേർക്കാം, ഇപ്പോൾ വേണ്ട. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറുമയ്ക്ക് ഒരു പച്ച ചുവ ഉണ്ടാവും ഈ മസാലക്കൂട്ടിൻ്റെ, അതായത് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മുന്നോട്ട് നിൽക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണേ. 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അല്പം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരുപാട് വേണ്ട, ഇച്ചിരി വെള്ളം. എന്നിട്ട് അടച്ച് വെച്ചിട്ട്
നല്ല മഷി പരുവാവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഈ തക്കാളി. എന്നിട്ട് മീഡിയത്തിലോട്ട് നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ നന്നായി കുക്കായിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് എണ്ണ തെളിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുക്കായി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ എല്ലോട് കൂടിയുള്ള ചിക്കനും ഉപയോഗിക്കാം കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ട 5 മിനിറ്റ് നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഇട്ടപ്പോഴേക്കിന് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചിട്ട് ഇത് ചിക്കൻ നന്നായി കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ കുക്കാവാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചിക്കൻ അനുസരിച്ച് അതിലെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ചില ചിക്കനൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട്, ചിലത് 10-20 അങ്ങനെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇടയ്ക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ്റെ പീസ് എടുത്തിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുക. കുക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം, അല്ലെങ്കിൽ കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ കേട്ടോ. നമ്മുടെ ചിക്കൻ 20 മിനിറ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചിക്കൻ്റെ പീസ് നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. നല്ല ചൂട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. തിളക്കട്ടെ. നമ്മൾ ചേർത്ത ചൂടുവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ, അതായത് കട്ടി തേങ്ങാപ്പാലല്ല, കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ തിക്കായിട്ട് മാറും. ഒന്നുമില്ലെങ്കിൽ അവസാനം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതിയാക്കും. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ രുചി നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണ്, എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ. മഞ്ഞ കളറല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോയിൽ കാണുമ്പോൾ മഞ്ഞ കളർ പോലെ തോന്നുന്നു, പക്ഷെ ഒരു ഓറഞ്ച് കളറാണ് സംഭവം. നമ്മൾ അതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അരപ്പ് ചേർത്തതിന് ശേഷം 5 മിനിറ്റെങ്കിലും മിനിമം കുക്ക് ചെയ്യണേ, എങ്കിൽ മാത്രമാണ് അരപ്പിൻ്റെ പച്ചമുളകൊന്ന് മാറുള്ളൂ. ഇനി അതിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയ ടേസ്റ്റ്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. അതുപോലെ തന്നെ ഉപ്പ് കറക്റ്റ് ആക്കണം. ഉപ്പ് ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത് ഉപ്പിൻ്റെ ലെവൽ ഓരോരുത്തർക്കും മാറ്റം വരും. അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല നമുക്കൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല നമുക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഇത് ഇരുന്നിട്ട് തിക്കായെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ലൂസാക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണേ. അല്ലാതെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുമയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോഴേ തന്നെ കുറച്ച് ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ വെക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറുമയ്ക്ക് പാകത്തിനുള്ള തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് നല്ല പാകത്തിനുള്ള തിക്നെസ് ആണ്. ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ അടച്ചു വയ്ക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒഴിവാക്കാന്ന് പറയുന്നുണ്ടല്ലോ, ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ചിലർ നിങ്ങൾക്ക് പിന്നെ ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്ന പലരുണ്ട്. അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം കറിവേപ്പിലയാണ് എല്ലാത്തിലും, നാടൻ റെസിപ്പീസിലെല്ലാം. ഞാൻ കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓഫ് ചെയ്തു കൂട്ടാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് പച്ച വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക. കുറച്ച് നേരം അടച്ച് വെക്കുക, സെർവ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ചൂടാറിയപ്പോഴത്തെ കളർ മാറിയത് കണ്ട. നല്ലൊരു ഓറഞ്ചിഷ് കളറാണ് നമ്മുടെ കുറുമയ്ക്ക് കേട്ടോ. നോർമലി ഒരു മഞ്ഞ കളറായിരിക്കും സാധാരണ രീതിയിൽ. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് നമ്മുടെ പാത്രത്തിലുണ്ട്. ഇതൊരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പത്തിരി ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ പത്തിരി ഒന്നുമല്ല, വാങ്ങിച്ച പത്തിരി സ്റ്റീം ചെയ്തതാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് ചാറ് ഒഴിച്ചിട്ട്, പ്രത്യേകിച്ച് തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിരി ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അതിങ്ങനെ കുതിർന്നിരിക്കുന്ന പത്തിരിയിലോട്ട് ഇതിൻ്റെ ചാറിങ്ങനെ ഒഴിച്ച് വെക്കുക. അതിനുശേഷം ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുറച്ച് നേരം കുതിർത്ത് വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. സോഫ്റ്റ് പത്തിരി റഫായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിനെ സോഫ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിക്കുക. അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും എരിവും ചെറുകിയ എവിടെയോളൊരു മധുരവും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.